എന്റെ അപ്പാ 2 മിനിറ്റ് ലേറ്റ് ആയി പോയി. ഇന്നെന്തെങ്കിലും വായിന്ന് കേൾക്കേണ്ടി വരും. ഓ ഓള് വരുന്നുണ്ട് നല്ല സ്റ്റൈലാക്കിട്ട്. ഓ തുടങ്ങിയാ എവിടെയാ പോയിനി? എന്താ ഇത്ര വൈകീനി? വരാൻ കഴിഞ്ഞതാ എന്റെ ചേച്ചി. അപ്പൊ 2-3 വിരുന്നുകാർ വന്നു, അതാണ് ലേറ്റ് ആയത്. എന്നാ പിന്നെ വേഗം ഒരു 5 റുപ്യ ഫൈൻ അടക്ക്. ഉയ് ഞാനതിന് 2 മിനിറ്റല്ലേ വൈകിട്ടുള്ളൂ. കഴിഞ്ഞ ആഴ്ച രമണിയേച്ചോട് നിങ്ങൾ ഫൈൻ മേടിച്ചിനാ? അത് രമണേച്ചി നേരത്തെ പറഞ്ഞില്ലേ? നീ പറഞ്ഞില്ലല്ല? ഓ അപ്പൊ പറയാത്തതാന്ന് കുറ്റം. എന്റെ ചേച്ചി നിയമം എല്ലാവർക്കും ഒരുപോലെയാണ് കേട്ടാ. അമ്മേ, ഞാൻ ഡാൻസിന് പോയിട്ടരേ. ഓ അനിതേച്ചിന്റെ മരുമോക്ക് ഡാൻസ് എന്ന് പറഞ്ഞിട്ട് എപ്പോ തുള്ളാൻ പോക്കെല്ലാം പണിയല്ലേ. എന്നാ ദീപ നീ ഓളോട് സ്വകാര്യം പറയുന്നു? ഒന്നുമില്ലപ്പാ, നിങ്ങളെ മരുമോള് നല്ല മോളാന്ന് പറഞ്ഞതാണ്. അല്ലപ്പാ, ചായയും കടിയൊന്നും ഇല്ലേ? ഞാൻ കഴിഞ്ഞ ആഴ്ച മിച്ചർ തന്നിട്ടില്ലേ? ഓ നീ എന്ത് മിച്ചറാ തന്നിനി? കടലെല്ലാം പൊറുക്കി തിന്നിട്ട് വെറൂ ആ എരിയുന്ന സാധനം മാത്രം. എല്ലാ സുമേച്ചി, നിങ്ങളെ വായിലെപ്പം കുറ്റം പറിച്ചല്ലേ, നല്ല വർത്താനം ഒന്നുമില്ല. ഇനി എല്ലാരും ഒന്ന് ഇങ്ങോട്ട് ശ്രദ്ധിക്ക്. പ്രസിഡന്റ് എന്നുള്ള നിലയിൽ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. ഈ പ്രാവശ്യത്തെ ഓണച്ചന്തയില് നമുക്ക് എന്തെങ്കിലും സാധനം കൊണ്ടുപോയി വിൽക്കാനുള്ള ഏർപ്പാടാക്കണം. എന്നാ നമുക്ക് അപ്പം ചുട്ടാലോ? ആ ചുട്ടോ, ഞാനില്ല. അടുപ്പിന്റെ അടുത്ത് നിന്ന് പുകകൊള്ളാനൊന്നും എന്നെ കിട്ടൂല. എന്റെ സൗന്ദര്യം പോവും. ഇന്നലെ ഞാൻ 2500 രൂപേന്റെ ഫേഷ്യൽ ചെയ്തിട്ട് വന്നിനി. ഓ ഓടെ ഒരു പേഷ്യല്, ഇതൊന്നും ആരും കാണാത്തിയാന്ന് വിചാരം. ഈ ഗ്രൂപ്പില് വിവരവും വിദ്യാഭ്യാസം ഉള്ളതും മോഡേൺ ടെക്നോളജി കൈകാര്യം ചെയ്യാൻ പറ്റിയ ആളെന്ന നിലയിലും ഞാനൊരു ഐഡിയ പറയാം. നമുക്കൊരു ഓൺലൈൻ ബിസിനസ് തുടങ്ങിയാലോ? ഓളൊരു ഓൺലൈൻ, എന്നിട്ട് വേണം നാട്ടുകാരതൊരു പബ്ലിക്കായിട്ട് കേൾക്കാൻ വേണ്ടിട്ട്. ഓ എന്നാ ഞാനൊരു കാര്യം പറയാം, നമുക്ക് അച്ചാർ ഉണ്ടാക്കി വിൽക്കാം. അത് ശരിയാണ്, ഓണത്തിന് അച്ചാറിന് നല്ല ഡിമാൻഡ് ആയിരിക്കും. എന്നാ പിന്നെ നമുക്ക് സുമേന്റെ വീട്ടിൽ നിന്നാക്കാം. ആടെ ആകുമ്പോ നല്ല സൗകര്യമാണ് അല്ലണേ? ആയിക്കോട്ടെ, എന്റെ വീട്ടിൽ നിന്ന് തന്നെ ആക്കാം. പക്ഷെ പാത്രം ഒന്നുമില്ല. എന്നാ ദീപ നീ കൊണ്ടുവരുവാ പാത്രം? ആ ഞാൻ കൊണ്ടുവരാ സുമേച്ചി. എന്നാ നമുക്ക് നാളെ തന്നെ ആക്കാം. പ്രസിഡന്റ് എന്നുള്ള നിലയിൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്. അച്ചാർ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു കുപ്പി അച്ചാർ എനിക്ക് തരണം. അതെന്റെ അവകാശമാണ്. പക്ഷെ പൈസ ഒന്നും തരില്ല. അങ്ങനെയാണെങ്കിൽ എന്റെ വീട്ടിൽ നിന്നല്ലേ ആക്കുന്നേ. എനക്കും വേണം 3 കുപ്പി ഫ്രീ ആയിട്ട്. എനിക്കും വേണം 2 കുപ്പി ഫ്രീ ആയിട്ട്. ഓഹോ, ഈ ഐഡിയ ഞാനല്ലേ കൊണ്ടുവന്നിനി. എന്നാ പിന്നെ 3 കുപ്പി ഞാനും എടുക്കും ഫ്രീ ആയിട്ട്. അല്ലപ്പാ, അപ്പൊ നമ്മളെല്ലാം വെറുതെയാ? നിങ്ങളെല്ലാം ഇങ്ങനെ ഫ്രീ ആയിട്ട് എടുക്കുകയാണെങ്കിൽ എന്റെ പാത്രത്തിലല്ലേ ആക്കുന്നത്? നമുക്കും വേണം ഒരു 3-4 കുപ്പി. പിന്നെ വേണ്ടാണ്ട്. ഓ എന്നാ പിന്നെ ഇത് ഇപ്പൊ തന്നെ തീർന്നല്ല. സുമേ, ആ 2 കുപ്പി അച്ചാർ അവിടെ വെച്ചേ. അയ്യടാ, അതിൽ തൊട്ട് കളിക്കൊന്നും വേണ്ട. അത് ഞാൻ വീട്ടിൽ കൊണ്ടുപോയി വിചാരിച്ചോ. ലതേ, പ്രസിഡന്റ് എന്നെ നോക്കൊന്നും വേണ്ട, ഞാൻ അത് തിന്നൂന്ന് വിചാരിച്ചാ മതി. ദീപേ, വെറുതെ അല്ല നമ്മളെ കുടുംബശ്രീ മാത്രം നന്നാവാത്തത്. ദിവസം കൂടുന്നേനെ അതപ്പതിച്ച് പോകുന്നു. എങ്ങനെ നന്നാവാനാന്ന്? എല്ലാത്തിന്റെയും സ്വഭാവം ഇതല്ലേ. ഓ ഇവള് നല്ലോള്. നിങ്ങൾ അധികമൊന്നും പറയണ്ട. കഴിഞ്ഞ കർക്കിട മരുന്ന് ഉണ്ടാക്കിയിട്ട് 3-4 പാക്കറ്റ് നിങ്ങൾ തന്നെയല്ലേ അടിച്ചു മാറ്റി കൊണ്ടുപോയിനി. അടിച്ചു മാറ്റാനാ? എന്നാ നീ പറഞ്ഞത്? വേണ്ടാത്ത വർത്താനം പറയണ്ട ദീപേ. എന്റെ തനിക്കോണം നീ അറിയാൻ പോന്നതേ ഇല്ലു. ഓ നിന്റെ തനിക്കോണം നമ്മള് കൊറേ കണ്ടതാ. ഇനി എന്നാ കാണാനുള്ള? പറഞ്ഞ ഞങ്ങൾ എന്താ ചെയ്യാ? എന്നെ അങ്ങ് മൂക്ക് കയറ്റുവാ? എന്നാ ഒന്ന് കാണണല്ല. നിങ്ങളെല്ലാരും രാജിവെക്കുവായിരുന്നു. ആ, നിങ്ങൾ രാജിവെച്ച് പോകുന്ന തന്നെയാണ് നല്ലത്. കൊറേ കാലായി നമ്മൾ സഹിക്കുന്നു. അതന്നെയാണ് എനക്കും പറയാനുള്ളത്. നിങ്ങൾ എല്ലാരും എന്തിനാന്ന് പ്രസിഡന്റിനെ കുറ്റം പറയുന്നത്? നിങ്ങൾ ചെയ്തത് ശരിയാ? ഞാനെന്നാ ഇതിന് എന്റെ പേരടിക്കേക്ക് പാഞ്ഞും കയറുന്നേ. നിനക്കെന്നാണ് പ്രസിഡന്റിനോട് ഇത്ര വലിയ താല്പര്യം? നിനക്കെന്തെങ്കിലും കാര്യമുണ്ടോ? അല്ല, ഇവരെല്ലാം കുറെ നിർത്തുന്നുണ്ടാ ഓളൊരു അച്ചാറ് കുടുംബശ്രീ മേലാലയുടെ കുടുംബശ്രീ നടത്തിനെ പറയാ. അല്ല രാജേഷേ, നീ എന്നാ ഈ പറയുന്നേ? കുടുംബശ്രീ എന്ന് പറഞ്ഞാൽ വളർന്നിരുന്ന ഒരു പ്രസ്ഥാനല്ലേ? ഓ ഇതാ നിങ്ങളെ പ്രസ്ഥാനം. ഇവിടെ എപ്പം വന്ന അടിയും പിടിയും തന്നെ. മനുഷ്യന്മാർ ഒരു പണിയും കഴിഞ്ഞിട്ട് കടന്നുറങ്ങാൻ പോടില്ല. മേലാലയുടെ കണ്ടുപോകാൻ ഇറങ്ങി പോയിക്കൊള്ളല്ലോ. പ്രസിഡന്റിന്റെ വലിയ കല്യാണം. ഓനും ഓന്റെ ഒരു വീടും. വാ നമുക്ക് പോവാ.